വിശയിലേറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പഴയ നിയമത്തിലൊരു കഥ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത വാഗ്ദാന ഭൂമിയിലേക്ക് നടക്കുന്ന വഴിയിൽ ഒരു അപകടത്തെ അഭിമുഖീകരിക്കുകയാണ്. അവർ ചെങ്കടലിൻ്റെ കരയിലെത്തിയപ്പോൾ ഈജിപ്തിലെ സൈന്യം തങ്ങളെ പിന്തുടർന്നു വരുന്നതായി അവർ കണ്ടു. മുന്നിൽ കടൽ, പുറകിൽ ശത്രു സൈന്യം. ഇതിനിടയിൽ തങ്ങൾ നശിക്കുമെന്ന് കരുതിയ ആ ജനതയെ കടലിനെ വിഭജിച്ച് അതിലൂടെ നടത്തി ദൈവം സംരക്ഷിച്ചു. കർത്താവായ ദൈവം തൻ്റെ കരുത്തും കരുതലും ഇസ്രായേലിനെ വെളിപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. ഈ സംഭവത്തിൽ എന്നതുപോലെ ഒരു അപകടത്തെ അഭിമുഖീകരിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. സുവിശേഷം തുടങ്ങുന്നത് യേശുവും ശിഷ്യരും ഒരുമിച്ചല്ലായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. യേശുവിന് മുമ്പേ കഫർനാമിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്ത ശിഷ്യർ കരയിൽ നിന്നും കുറച്ച് ദൂരെ അകലെയായിരിക്കുമ്പോഴാണ് ശക്തമായ കാറ്റടിക്കുന്നതും കടൽ ശോഭിക്കുന്നതും. ശക്തമായ കാറ്റ്, ശോഭിച്ച കടൽ, ഭയന്നിരിക്കുന്ന ശിഷ്യർ, ഇവരുടെ ഇടയിലേക്കാണ് വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് യേശു എത്തുന്നത്. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇതിലെ അത്ഭുതങ്ങളെല്ലാം ശക്തിയുടെ ഒരു പ്രകടനമായിട്ടല്ല, മറിച്ച് യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന സൂചകങ്ങളായിട്ടാണ് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു അത്ഭുതത്തിലും അത്തരമൊരു സൂചകയാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടലിന് മേലെ ശക്തിയുള്ള കർത്താവിനെ പരിചയമുള്ള ശിഷ്യരുടെ ഇടയിലേക്ക് ശോഭിച്ചിരിക്കുന്ന ഒരു കടലിന് മുകളിലൂടെ നടന്നു വരുന്ന ഈശോ താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ് എന്ന യേശുവിൻ്റെ വാക്കുകൾ പഴയ നിയമത്തിൽ പൂർവ്വപിതാക്കന്മാരായ അബ്രഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവമായ കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയനാണ് എന്ന് പറയുന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. അതായത് ഈ അത്ഭുതം സൂചിപ്പിക്കുന്നത് ഈശോ ദൈവപുത്രനാണെന്ന ഈശോയുടെ വെളിപ്പെടുത്തലിനെയാണ്. തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ ഈശോയോട് ശിഷ്യന്മാരെങ്ങനെ പ്രതികരിച്ചു എന്നതാണ് അടുത്തതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. സ്വയം വെളിപ്പെടുത്തുന്ന ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ശിഷ്യന്മാർ ഈശോയെ വഞ്ചിയിലേക്ക് ക്ഷണിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അവസരത്തിലും 4-ാം അധ്യായത്തിൽ രാജസേവകൻ്റെ പുത്രനെ സൗഖ്യമാക്കുന്ന അവസരത്തിലും ബെത്സേദയിലെ രോഗശാന്തിയുടെ അവസരത്തിലുമെല്ലാം കാണുന്നത് പോലെ തന്നെ ഈശോയെ സ്വീകരിക്കുന്ന അവസരത്തിൽ പ്രത്യക്ഷത്തിൽ അപകടകരമാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു മാറ്റമുണ്ടാവുകയാണ്. ശിഷ്യന്മാർ ഈശോയെ വഞ്ചിയിൽ സ്വീകരിക്കാൻ ആഗ്രഹിച്ച നിമിഷം തന്നെ അവർ പെട്ടെന്ന് കരയ്ക്കടുത്തു. അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. അതായത് ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ ബൈബിൾ ഭാഗം 2 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ആദ്യമായി സ്വയം തന്നെ വെളിപ്പെടുത്തുന്ന ഈശോയെ, തൻ്റെ ദൈവത്വം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഈശോയെ. രണ്ടാമതായി വചനഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ സ്വയം വെളിപ്പെടുത്തുന്ന ഈശോയോട് ശിഷ്യന്മാർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ്. അവനെ സ്വീകരിക്കാൻ തയ്യാറായ ആ ശിഷ്യന്മാർ തയ്യാറാകുന്നതിലൂടെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന കരയ്ക്കടുത്തു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് അപകടപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെന്നിരിക്കാം. എന്നാൽ ഇത്തരം അവസരങ്ങളിൽ നമ്മുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെ തിരിച്ചറിയാനും ആ ദൈവത്തെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാവണം. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നിടത്തേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരും എന്ന വിശ്വാസത്തോടു കൂടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആമീൻ.